ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5.2 ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ പ്ലെയിൻ ഗ്രാഫ് ജി പാർട്ടീഷൻസ് ദ പ്ലെയിൻ ഇൻ ടു എ നമ്പർ ഓഫ് റീജിയൻസ് കോൾഡ് ദി ഫേസസ് ഓഫ് ജി. നമുക്കറിയാം, ഒരു പ്ലെയിൻ ഗ്രാഫ് ഒരു പ്ലെയിനെ ഡിഫറെൻറ്റ് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഓരോ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫേസസ് ഓഫ് ജി എന്ന് പറയുന്നത്. More precisely, if x is a point on the plane which is not in G, that is not a vertex of G or a point on any edge of G, then we define the face of G containing x to be the set of all points on the plane which can be reached from x by a straight or curved line which does not cross any edges of G or go through any vertex of G. അതായത് നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് പറയുന്നതാണ് അവർ ഫേസസ് ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. അതായത് എക്സ് എന്ന് പറയുന്നൊരു പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ജി എന്ന് പറയുന്ന ഗ്രാഫിൽ വെർട്ടെക്സ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ എഡ്ജസിൽ പോയിൻറ്റ്സ് ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു പോയിൻ്റ് ഞാൻ എക്സ് ഇവിടെ ചൂസ് ചെയ്യുന്നു. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത്, ആ ഫേസിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ പോയിൻറ്റ്സും എക്സും തമ്മിൽ ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനോ ഒരു കർവ് പാത്തോ അവിടെ ഉണ്ടായിരിക്കും. ആ കർവ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്തിന് ഒരു കണ്ടീഷൻ കൂടെ അവർ പറയുന്നുണ്ട്. എന്താണ്, ആ ലൈൻസ് ഒന്നും ആ കർവ് അല്ലെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും ഗ്രാഫിൻ്റെ എഡ്ജസിനെയോ അല്ലെങ്കിൽ ഗ്രാഫിൽ വെർട്ടെക്സിലൂടെയോ പാസ് ചെയ്യാനായിട്ട് പാടില്ല. കംപ്ലീറ്റ് ആ എക്സ് എന്ന് പറയുന്നത് ആ ഒരു സ്പേസിനുള്ളിൽ തന്നെയായിരിക്കും കിടക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ G1 എന്ന് പറയുന്ന ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടാണ്. അതിൽ എക്സ് എന്ന് പറയുന്ന പോയിൻറ്റിലെ ഫേസിൽ തന്നെയാണ് ആരെന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന പോയിൻറ്റും കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ഒരു റീജിയനാണ്, ഈ ഉള്ളിലത്തെ റീജിയനാണ് എന്തെന്ന് പറയുന്നത്, എക്സിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ആ റീജിയനാണ് എക്സിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫേസാണ്, അതുപോലെ തന്നെ ഇതൊരു ഫേസാണ്, പുറമേ കാണുന്നതും ഒരു ഫേസ് തന്നെയാണ്. ടോട്ടൽ ഇപ്പോൾ ഇതിന് എത്ര ഫേസ് ഉണ്ട്? 4 ഫേസാണ് ഉള്ളത്. അപ്പോൾ അതിൽ പുറമേ കാണുന്നൊരു ഫേസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ZW എന്ന് പറയുന്ന പോയിൻറ്റ്സ് കിടക്കുന്ന ആ ഫേസ് നമ്മൾ നോക്കാം. ആ ഒരു റീജിയൻ അൺബൗണ്ടഡ് റീജിയനാണ്. ആ റീജിയന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റീരിയർ ഫേസ് എന്ന് പറയുന്നത്. അതായത് ആ റീജിയനെ ഏതൊരു സൈക്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ബൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഫേസിനെയാണ് അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റീരിയർ ഫേസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫേസുകളൊക്കെ എന്താണ്, ഒരു സൈക്കിൾ വെച്ച് നമുക്ക് ബൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഫേസിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻറ്റീരിയർ ഫേസ് എന്ന് പറയുന്നു. അപ്പോൾ താഴെ വേറൊരു ഗ്രാഫ് G2 എന്ന് പറയുന്ന ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് ഫേസസ് എത്രയാണ്? 9 ആണ്. അതിൽ F6 എന്ന് പറയുന്നതാണ് എക്സ്റ്റീരിയർ ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാവരും എന്താണ്, ഇൻറ്റീരിയർ ഫേസുകളാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ലെറ്റ് G be a connected plane graph. Let N, E and F denote the number of vertices, edges and faces of G respectively. Then N minus E plus F equal to 2. എന്താ ഓയിലേഴ്സ് ഫോർമുല പറയുന്നത്? നമ്മളെടുക്കുന്ന ഗ്രാഫ് എന്തായിരിക്കണം? കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആയിരിക്കണം. ആ ഗ്രാഫിലെ നമ്പർ ഓഫ് വേർട്ടിസസ് ആണ് N കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് എഡ്ജസിനെ E കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ഫേസസിനെ F കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 3 Nഉം E Fഉം തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ആ റിലേഷൻ? N മൈനസ് E പ്ലസ് F എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്. ഓയിലേഴ്സ് ഫോർമുലയുടെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് കൊറോളറിയാണ്. കൊറോളറി 5.4. ലെറ്റ് G be a plane graph with N vertices, E edges, F faces and K connected components. Then N minus E plus F equal to K plus 1. ഇവിടെ അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു പ്ലെയിൻ ഗ്രാഫാണ്. ആ പ്ലെയിൻ ഗ്രാഫ് കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആവണമെന്ന് നിർബന്ധമല്ല. ഓക്കെ, ഒരു ഡിസ്കണക്റ്റഡ് പ്ലെയിൻ ഗ്രാഫ് ആണെങ്കിൽ ആ ഗ്രാഫിലെ
നമ്പർ ഓഫ് വേർട്ടിസസും എഡ്ജസും ഫേസസും കണക്റ്റഡ് കമ്പോണൻസ് തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ റിലേഷൻ? n മൈനസ് ഇ പ്ലസ് എഫ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? കെ പ്ലസ് വണ്ണിനോട് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ഈ കൊറോളറിയുടെ പ്രൂഫ് നമ്മളോട് സ്വയം ചെയ്യാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. പ്രൂഫ് നമുക്ക് നോക്കാം. ലെറ്റ് G1, G2, etc. Gk be k components of G such that Gi contains Ni vertices, Ei edges and Fi faces. ഓക്കെ, എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ k കണക്റ്റഡ് കമ്പോണൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, G1, G2, G3, etc. Gk എന്നാണ് ഞാനതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ ഓരോ കമ്പോണൻറ്റ്, ഇപ്പോൾ G1ൽ N1 വേർട്ടിസസ് ഉണ്ട്, E1 എഡ്ജസ് ഉണ്ട്, F1 ഫേസസ് ഉണ്ട്. G2ൽ N2 വേർട്ടിസസ് ഉണ്ട്, E2 എഡ്ജസ് ഉണ്ട്, F2 ഫേസസ് ഉണ്ട്, എക്സെട്ര. നമ്മൾ ജനറലി Gi എന്ന് പറയുന്ന ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ Ni വേർട്ടിസസ് ഉണ്ട്, Ei എഡ്ജസ് ഉണ്ട്, Fi ഫേസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ സമ്മേഷൻ i ഈക്വൽ ടു 1 to k Ni എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? Nനോട് ഈക്വൽ ആയിരിക്കും. സമ്മേഷൻ i ഈക്വൽ ടു 1 to k Ei എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇയോട് ഈക്വൽ ആയിരിക്കും. സമ്മേഷൻ i ഈക്വൽ ടു 1 to k Fi എന്ന് പറയുന്നത് ആരോടാണ് ഈക്വൽ? എഫ് പ്ലസ് കെ മൈനസ് വണ്ണിനോടാണ് ഈക്വലായിട്ട് വരുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ സൈഡിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ജി എന്ന് പറയുന്ന ഗ്രാഫ് G1, G2, G3 എന്ന് പറയുന്ന കണക്റ്റഡ് കമ്പോണൻസിനെ ആ 3 കമ്പോണൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ടോട്ടൽ n ഈക്വൽ ടു 10 ആണ്, ഇ ഈക്വൽ ടു 11 ആണ്, എഫ് ഈക്വൽ ടു 5 ആണ്. അതിൽ നമ്മൾ നോക്കുക, ജനറലി ഞാൻ പറയുകയാണ് ഇവിടെ G1 എന്ന് പറയുന്ന ആ കണക്റ്റഡ് കമ്പോണൻറ്റ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിൽ 3 വേർട്ടിസസ് ആണുള്ളത്, 3 എഡ്ജസ് ആണുള്ളത്, 2 ഫേസസ് ആണുള്ളത്. ആ 2 ഫേസ് ഏതാണ്? ഒരു ബൗണ്ടഡ് റീജിയൻ വരുന്നുണ്ട്, ഒരു ഇൻറ്റീരിയർ റീജിയനും ഒരു എക്സ്റ്റീരിയർ ഫേസും വരുന്നുണ്ട്. ഓക്കെ, ആ എക്സ്റ്റീരിയർ ഫേസിന് നമ്മൾ G2ൻ്റെ ഫേസസ് കൗണ്ട് ചെയ്യുമ്പോഴും എടുക്കുന്നുണ്ട്, അതുപോലെ G3യുടെ ഫേസസ് കൗണ്ട് ചെയ്യുമ്പോഴും എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മളിവിടെ എത്ര ഫേസ് ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരാം? എഫ് പ്ലസ് കെ മൈനസ് 1. ഇവിടെ കെ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? 2 + 3 + 2 ആയിരിക്കും. ഓക്കെ, അത് 7 ആണ്. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോഴും കിട്ടുന്നത്? 5 + 3 - 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഓരോ കമ്പോണൻറ്റെയും ഫേസസ് കൗണ്ട് ചെയ്യുമ്പോൾ, ഓക്കെ, ഓരോ കമ്പോണൻറ്റ് ഫേസസ് കൗണ്ട് ചെയ്യുമ്പോൾ k-1 ടൈംസ് തന്നെ, അതായത് k ടൈംസ് നമ്മൾ ഓൾറെഡി ഈ എക്സ്റ്റീരിയർ ഫേസിനെ കൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര വന്നാൽ മതി? അവിടെ ഓൾറെഡി ഒരു കൗണ്ടിങ് എഫിൽ വരുന്നുണ്ട്. ടോട്ടൽ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കൗണ്ടിങ് എഫിൽ വരുന്നുണ്ട്. സോ അത് കാരണമാണ് അവിടെ എന്തെന്ന് വന്നിരിക്കുന്നത്? എഫ് പ്ലസ് കെ മൈനസ് 1 എന്ന് വന്നത്. അല്ലെങ്കിൽ നമ്മൾ എഫ് പ്ലസ് കെ ആയിരുന്നെങ്കിൽ അവിടെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. കാരണം എഫ് എന്ന് പറയുന്നത് ആ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് ഫേസസ് ആണ്. അതിൽ ഓൾറെഡി എക്സ്റ്റീരിയർ ഫേസ് ഒരു തവണ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് നമ്മൾ k-1 ടൈംസ് ആണ് ഓരോ കമ്പോണൻസിൻ്റെയും ഫേസസ് സം ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. ആ k-1 ആണ് അവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്, എഫ് പ്ലസ് k-1 ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അവർ അടുത്തത് പറയുന്നത് ഓരോ കണക്റ്റഡ് കമ്പോണൻസും പ്ലെയിൻ ആണ്, കണക്റ്റഡ് ആണ്. സോ നമുക്ക് ഓരോ കണക്റ്റഡ് കമ്പോണൻസിലും എന്ത് യൂസ് ചെയ്യാം? ഓയിലേഴ്സ് ഫോർമുല യൂസ് ചെയ്യാം. ഓയിലർ ഫോർമുല എന്തായിരുന്നു? Ni മൈനസ് EI പ്ലസ് Fi ഈക്വൽ ടു 2. അവിടെ ഒരു മൈനസും കൂടെ ആഡ് ചെയ്യണം. Ni മൈനസ് EI പ്ലസ് Fi ഈക്വൽ ടു 2 ആണ്. അങ്ങനെ എനിക്ക് എത്ര ഇക്വേഷൻസ് കിട്ടും? k ഇക്വേഷൻസ് കിട്ടും. k കമ്പോണൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ എനിക്ക് k ഇക്വേഷൻസ് കിട്ടും. ആ k ഇക്വേഷൻസും ഞാൻ സം ചെയ്യണു. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ i ഈക്വൽ ടു 1 to k Ni മൈനസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to k EI പ്ലസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to k Fi ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to k 2 എന്ന് വരും. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊക്കെയാണ് വരാം? n മൈനസ് ഇ പ്ലസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to k Fi എന്ന് പറയുന്നത് എന്താണ്? എഫ് പ്ലസ് k-1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2k
റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൻ മൈനസ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടും? കെ പ്ലസ് 1 ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത കൊറോളറി എന്ന് പറയുന്നത് G1 G2 എന്ന് പറയുന്നത് രണ്ട് പ്ലെയിൻ ഗ്രാഫാണ് വിച്ച് ആർ ബോത്ത് ഡ്രോയിങ് ഓഫ് ദി സെയിം പ്ലാനാർ ഗ്രാഫ് ഓഫ് G. അതായത് G1 G2 എന്ന് പറയുന്നത് ഒരു പ്ലാനാർ ഗ്രാഫിന് നമ്മൾ റീഡ്രോൺ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലെയിൻ ഗ്രാഫുകളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു പ്ലാനാർ ഗ്രാഫ്, ഒരു ഗ്രാഫിനെ പ്ലാനാറാന്ന് എപ്പോഴാണ് പറയുക? ആ ഗ്രാഫ് ഒരു പ്ലെയിൻ ഗ്രാഫിനോട് ഐസോമോർഫിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രാഫിനെ പ്ലാനാർ ഗ്രാഫ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസോമോർഫിക് ആയിട്ടുള്ളൊരു പ്ലെയിൻ ഗ്രാഫ് വരയ്ക്കുന്നു, അതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള വേറൊരു പ്ലെയിൻ ഗ്രാഫും കിട്ടും. അപ്പോൾ ഒരു പ്ലാനാർ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ രണ്ട് പ്ലെയിൻ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, G1 G2. ആ രണ്ട് ഗ്രാഫിൻ്റെയും പ്ലെയിൻ ഗ്രാഫുകളുടെയും നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുമെന്നാണ് ഈ കൊറോളറി പറയുന്നത്. ലെറ്റ് G1 and G2 be two plane graphs which are both redrawing of the same planar graph G. Then f of G1 equal to f of G2, that is G1 and G2 have the same number of faces. ഓക്കെ, അപ്പോൾ പ്രൂഫ് നമുക്ക് നോക്കാം. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതായത് ഈ G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ G എന്ന് പറയുന്ന ഗ്രാഫ് എന്താണ്? പ്ലാനാർ ഗ്രാഫാണ്, പക്ഷേ പ്ലെയിൻ ഗ്രാഫ് അല്ല, അല്ലേ? കാരണം എന്താ? ആ E5ഉം E6ഉം ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, പരസ്പരം ആ എഡ്ജസ് ക്രോസ് ചെയ്യുന്നുണ്ട്. സോ അവർ വെർട്ടിസസിൽ മാത്രമല്ല മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ G എന്ന് പറയുന്നത് എന്തല്ല എന്ന് പറയുന്നത്? പ്ലെയിൻ ഗ്രാഫ് അല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇതെന്താണ്? ഒരു പ്ലാനാർ ഗ്രാഫാണ്. ആ ഗ്രാഫിന് ഐസോമോർഫിക് ആയിട്ടുള്ള രണ്ട് പ്ലെയിൻ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. ആ രണ്ട് പ്ലെയിൻ ഗ്രാഫിൻ്റെ ഐസോമോർഫിസാണ് താഴെ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ G1 G2 കൺസിഡർ ചെയ്യുക. അതിൽ ഡാർക്കൺ ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ നമ്പർ ഓഫ് ഫേസസ്. രണ്ടിലും എത്ര ഫേസസ് ആണുള്ളത്? 4 ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് n of G1, n of G2 denote the number of vertices and E of G1, E of G2 the number of edges in G1 and G2 respectively. എന്താണ്? G1 G2യിലെ നമ്പർ ഓഫ് വേർട്ടിസസിനെയാണ് n of G1, n of G2 എന്നും അതുപോലെ എഡ്ജസിനെ E of G1, E of G2 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, then since G1 and G2 are both isomorphic to G, we have n of G1 equal to n of G2 and E of G1 equal to E of G2. G1 എന്ന് പറയുന്നത് G എന്ന് പറയുന്ന ഗ്രാഫിനോട് ഐസോമോർഫിക് ആയതുകൊണ്ട് n of G1ഉം n of Gയും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ തന്നെ G2 എന്ന് പറയുന്ന ഗ്രാഫ് G എന്ന് പറയുന്ന ഗ്രാഫിനോട് ഐസോമോർഫിക് ആയതുകൊണ്ട് n of G എന്ന് പറയുന്നത് n of G2നോട് ഈക്വൽ ആണ്. അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n of G1 ഈക്വൽ ടു n of G2 എന്ന് പറയാം. അതായത് Gയും G1ഉം ഐസോമോർഫിക് ആയതുകൊണ്ട് n of G ഈക്വൽ ടു n of G1 എന്ന് കിട്ടി. അതുപോലെ തന്നെ G ഈസ് ഐസോമോർഫിക് ടു G2 ആയതുകൊണ്ട് n of G ഈക്വൽ ടു n of G2 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? n of G1 ഈക്വൽ ടു n of G2 എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയും? E of G1 ഈക്വൽ ടു E of G2 ആണെന്ന് പറയാം. ദെൻ നമ്മൾ ഓയിലേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യണു. എന്തായിരുന്നു ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്? n മൈനസ് ഇ പ്ലസ് എഫ് ഈക്വൽ ടു 2 എന്നാണ്. അങ്ങനെയെങ്കിൽ എഫ് ഈക്വൽ ടു എന്താണ്? 2 മൈനസ് എൻ പ്ലസ് ഇ ആണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് G1 ഈക്വൽ ടു ഇ ഓഫ് G1 മൈനസ് എൻ ഓഫ് G1 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഓഫ് G2. ഇ ഓഫ് G1 എന്ന് പറയുന്നത് ഇ ഓഫ് G2നോട് ഈക്വൽ ആണ്. സോ ഞാനത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ ഓഫ് G2 മൈനസ് എൻ ഓഫ് G1 എന്ന് പറയുന്നത് എൻ ഓഫ് G2നോട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ മൈനസ് എൻ ഓഫ് G2 പ്ലസ് 2 എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് G2 ആണ്. സോ എഫ് ഓഫ് G1 ഈക്വൽ ടു എഫ് ഓഫ് G2 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നോക്കാം. സൈ ഒരു ഡെഫിനേഷനാണ്. ഡിഗ്രി ഓഫ് ഫേസസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഡെഫിനേഷനാണ് അവിടെ വരുന്നത്. ലെറ്റ് സൈ ബി എ ഫേസ് ഓഫ് എ പ്ലെയിൻ ഗ്രാഫ് G. വി ഡിഫൈൻ ദ ഡിഗ്രി ഓഫ് സൈ ഡിനോട്ടഡ് ബൈ ഡി ഓഫ് സൈ ടു ബി ദ നമ്പർ ഓഫ് എഡ്ജസ് ഓൺ ദി ബൗണ്ടറി ഓഫ് സൈ എന്ന് പറയുന്നത്. സൈ എന്ന് പറയുന്ന
ഒരു ഫേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ഫേസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആ ഫേസിനെ ബൗണ്ട് ചെയ്യുന്ന രീതിയിൽ എത്ര എഡ്ജസ് ആ ഗ്രാഫിൽ വരുന്നുണ്ട് അതാണ് ആ ഫേസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. 1 എന്ന് പറയുന്ന ഫേസ് കൺസിഡർ ചെയ്യാം. ആ 1 എന്ന് പറയുന്ന ഫേസിനെ ബൗണ്ട് ചെയ്യുന്നത് ഏതാണ്? ഡി എന്ന് പറയുന്ന എഡ്ജുണ്ട്, ഇ എന്ന് പറയുന്ന എഡ്ജുണ്ട്, എ എന്ന് പറയുന്ന എഡ്ജുണ്ട്. അങ്ങനെയെങ്കിൽ 1 എന്ന് പറയുന്ന ആ ഫേസിൻ്റെ ഡിഗ്രി എന്താണ്? 3 ആണ്. കാരണം എന്താ? 3 എഡ്ജസ് വെച്ചാണ് അത് ബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ 2ൻ്റെ ഡിഗ്രി എന്താണ്? 3 തന്നെയാണ്. ഇ സി ബി എന്ന് പറയുന്ന 3 എഡ്ജസ് ആണ് അതിനെ ബൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് എ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി ഓഫ് സൈ എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി താഴെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ദാറ്റ് ഡി ഓഫ് സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ഫോർ എനി ഇൻറ്റീരിയർ ഫേസ് സൈ ഓഫ് എ സിമ്പിൾ പ്ലെയിൻ ഗ്രാഫ്. എന്താ പറയുന്നത്? ഡിഗ്രി ഓഫ് സൈ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. ഏത് ഗ്രാഫുകൾക്ക്? സിമ്പിൾ പ്ലെയിൻ ഗ്രാഫുകൾക്ക്. ഇപ്പോൾ സപ്പോസ് ഡി ഓഫ് സൈ എന്ന് പറയുന്നത് 2 ആണെന്ന് കരുതാം. അതായത് ഒരു ഇൻറ്റീരിയർ ഫേസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ആ ഫേസിനെ 2 എഡ്ജസ് വെച്ചിട്ടാണ് ബൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രാഫ് എങ്ങനെ കിടക്കുക? ആ ഫേസ് എങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഇത് എങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക? അതായത് ഇതെന്താണ്? പാരലൽ എഡ്ജസ് ആണ്. സോ ആ ഗ്രാഫ് എന്താവാണ്ടിരിക്കും? സിമ്പിൾ ആവാണ്ടിരിക്കും. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഗ്രാഫ്. കാരണം പാരലൽ എഡ്ജസ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ഗ്രാഫ് ആവില്ല. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഗ്രാഫ് ആണെങ്കിൽ അവരിലെ ഇൻറ്റീരിയർ ഫേസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു തിയറം 5.6. ലെറ്റ് ജി ബി എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് വിത്ത് n vertices and e edges where n greater than or equal to 3, then e less than or equal to 3n minus 6. എന്താ പറയുന്നത്? ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫിലെ നമ്പർ ഓഫ് വേർട്ടിസസും എഡ്ജസും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n മൈനസ് 6 ആയിരിക്കും. ഓക്കെ, ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല, അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തത് കൊറോളറി 5.7. ഇഫ് ജി ഈസ് എ സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് then G has a vertex V of degree less than 6. That is, there is a vertex V in V of G with degree of V less than or equal to 5. എന്താ പറയുന്നത്? നമ്മളൊരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരുത്ത് ലെസ് ദാൻ 6 എന്നാണ്. അതായത് സ്ട്രിക്ട്ലി ലെസ് ദാൻ 6 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ പ്ലാനാർ ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് എന്തായാലും ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. ഇഫ് ജി ഹാസ് ഓൺലി 1 വെർട്ടെക്സ് ദിസ് വെർട്ടെക്സ് മസ്റ്റ് ഹാവ് ഡിഗ്രി 0. അതായത് നമ്മളെടുക്കുന്ന ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി നമ്മളെടുക്കുന്ന ഗ്രാഫിൽ 2 വെർട്ടെക്സ് ഉണ്ട്. എങ്ങനെ പോവുകയാണെങ്കിലും ആ വെർട്ടെക്സുകളുടെ ആ 2 വെർട്ടെക്സ് ഉള്ള ആ ഗ്രാഫിൽ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് 1 വരുള്ളൂ, ഒരിക്കലും 2 വരില്ല. ഓക്കെ, ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെർട്ടെക്സുകളുടെ ഡിഗ്രി എന്തായിരിക്കും? അറ്റ്മോസ്റ്റ് 1 മാത്രമേ വരുള്ളൂ. നമ്മളെടുക്കുന്നത് സിമ്പിൾ പ്ലാനാർ ഗ്രാഫാണ്. ഓക്കെ, thus we can suppose that n greater than or equal to 3, that is the graph G has at least 3 vertices. Now if the degree of every vertex of G is at least 6, we have summation V belongs to V of G, D of V greater than or equal to 6n. എന്താ പറയുന്നത്? ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതായത് എല്ലാ വെർട്ടെക്സും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് എല്ലാ വെർട്ടെക്സിനും ഡിഗ്രി എന്താണ്? അറ്റ്ലീസ്റ്റ് 6 ആണെന്നാണ് എടുക്കുന്നത്. അതായത് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആയിട്ട് ഞാൻ എടുക്കുകയാണ്.
അങ്ങനെയെങ്കിൽ ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്രയാണ്? അറ്റ്ലീസ്റ്റ് 6 ആണല്ലേ. അപ്പോൾ എങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ ഡിഗ്രികളുടെ സം എടുക്കുകയാണെങ്കിൽ 6 ഇൻറ്റു n ഗ്രേറ്റർ ആയിട്ടാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് സമ്മേഷൻ വി ബിലോങ്സ് ടു വി ഓഫ് ജി ഡി ഓഫ് വി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6n, അറ്റ്ലീസ്റ്റ് 6 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി സപ്പോസ് ചെയ്യാം എല്ലാവരുടെയും ഡിഗ്രി 6 ആണെങ്കിൽ n വെർട്ടീസസും ഉണ്ട്. അപ്പോൾ ഡിഗ്രി സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ഇൻറ്റു n എന്നായിരിക്കും. അതായത് സമ്മേഷൻ വി ബിലോങ്സ് ടു വി ഓഫ് ജി ഡി ഓഫ് വി എന്ന് പറയുന്നത് ഈക്വൽ ടു 6n ആയിരിക്കും. ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി 6നേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗ്യാരൻറ്റി എന്താണ്? സമ്മേഷൻ വി ബിലോങ്സ് ടു വി ഓഫ് ജി ഡി ഓഫ് വി എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6n ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 6 ആണ് ഓരോ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ആയിട്ട് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഹവർ ബൈ തിയറം 1.1 സമ്മേഷൻ വി ബിലോങ്സ് ടു വി ഓഫ് ജി ഡി ഓഫ് വി ഈക്വൽ ടു 2e. എന്താ 1.1 എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സുകളുടെ ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ഡബിൾ ആയിരിക്കും എന്നായിരുന്നു ആ തിയറം. ആ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സമ്മേഷൻ വി ബിലോങ്സ് ടു വി ഓഫ് ജി ഡി ഓഫ് വി ഈക്വൽ ടു 2e എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2e എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6n എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3n എന്ന് നമുക്ക് കിട്ടും. ഇതെന്താണ്? ഇതൊരു കോൺട്രഡിക്ഷനാണ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞൊരു സിമ്പിൾ പ്ലെയിൻ ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 ആയിരിക്കും നമ്മളവിടെ പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3n എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു കോൺട്രഡിക്ഷൻ ആയതുകൊണ്ട് ജിയിലെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 6 എന്ന് പറയുന്ന കാര്യം എന്താണ്? റോങ് ആണ്. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ട് വരുന്നത്. നമ്മളെടുത്ത അസംഷൻ റോങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കൊറോളറി 5.8. ഇവിടെയാണ് നമ്മൾ K5 നോൺ പ്ലാനാർ ആണെന്നും അതുപോലെ K33 എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ആണെന്നും പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. K5 ഈസ് നോൺ പ്ലാനാർ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തൊട്ട് മുന്നേ പറഞ്ഞ തിയറാണ്. K5 n വേർട്ടീസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു n ഇൻറ്റു n-1/2 എന്നായിരുന്നു. അതെന്താണ്? ഇവിടെ എന്താ വരുന്നത്? 5 ഇൻറ്റു 4/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10 ആണ്. ഇനി 3n - 6 ഈക്വൽ ടു 9 ആണ് ഇവിടെ കിട്ടുന്നത്. 3 ഇൻറ്റു 5 15 - 6 ഈക്വൽ ടു 9. ഓക്കെ, അപ്പോൾ നമുക്കറിയാം K5 എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഗ്രാഫാണ്, കണക്റ്റഡ് ഗ്രാഫാണ്. അങ്ങനെയെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞ തിയറം പ്രകാരം ഇയുടെ വാല്യൂ എന്ത് വരണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 വരണം. പക്ഷെ ഇവിടെ എന്താണ്? ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3n - 6 ആയിട്ടാണ് വരുന്നത്. ഇ എന്ന് പറയുന്നത് 10 ആണ്. 10 ഗ്രേറ്റർ ദാൻ 9 ആയിട്ടാണ് വരുന്നത്. അതിനർത്ഥം എന്താണ്? K5 എന്ന് പറയുന്നത് എന്തല്ല? ഒരു പ്ലെയിൻ ഗ്രാഫ് അല്ല. പ്ലെയിൻ ഗ്രാഫ് ആയിരുന്നെങ്കിൽ, അതായത് പ്ലെയിൻ അല്ല പ്ലെയിനാർ ഗ്രാഫ് ആയിരുന്നെങ്കിൽ ഇയുടെ വാല്യൂ എന്ത് വരണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3n - 6 വരണമായിരുന്നു. പക്ഷെ ഇവിടെ 3n - 6-നേക്കാളും ലെസ് ദാൻ ആയിട്ടല്ല ഇയുടെ വാല്യൂ വരുന്നത്. അതുകൊണ്ട് K5 എന്ന് പറയുന്നത് എന്തല്ല? പ്ലെയിനാർ ഗ്രാഫ് അല്ല. ഇനി അടുത്തത് K33 എന്ന് പറയുന്നത് ഒരു നോൺ പ്ലാനാർ ഗ്രാഫ് ആണെന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അത് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ലെറ്റ് സപ്പോസ് ദാറ്റ് K33 ഈസ് പ്ലാനാർ. നമ്മൾ എന്ത് കരുതാം? K33 എന്ന് പറയുന്നത് പ്ലാനാർ ഗ്രാഫ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ലെറ്റ് phi ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ ഇൻറ്റീരിയർ ഫേസ് ഓഫ് G. ലെറ്റ് B ഈക്വൽ ടു സമ്മേഷൻ phi ബിലോങ്സ് ടു psi D ഓഫ് phi. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സൈ എന്ന് പറയുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഈ സൈ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഇൻറ്റീരിയർ ഫേസസ് ഓഫ് ജി ആണ്. ജിയുടെ എല്ലാ ഇൻറ്റീരിയർ ഫേസിൻ്റെയും കളക്ഷനാണ് സൈ എന്ന് പറയുന്നത്. ആ സൈയിലെ ഓരോ ഇൻറ്റീരിയർ ഫേസാണ് ഫൈ എന്നുകൊണ്ട് നമ്മളവിടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഓരോ ഇൻറ്റീരിയർ ഫേസിൻ്റെയും ഡിഗ്രികളുടെ സം എന്ന് പറയുന്നത് ഞാനിവിടെ എന്തായിട്ട് എടുക്കുകയാണ്? ബി ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കറിയാം K33 എന്ന് പറയുന്നത് എന്താണ്? ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. അതുപോലെ തന്നെ ബൈപാർട്ടേറ്റ് ഗ്രാഫിനെ റിലേറ്റ് ചെയ്തിട്ടൊരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈപാർട്ടേറ്റ് ഗ്രാഫിൽ എന്തുണ്ടായിരിക്കില്ല? ഓഡ് സൈക്കിൾസ് ഒന്നും
ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ ഡിഗ്രി ഓഫ് ഫൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കും. ഓക്കെ, നമ്മളെടുക്കുന്ന ഗ്രാഫ് സിമ്പിൾ ഗ്രാഫാണ്. അതുകൊണ്ട് എന്തായാലും ഒരു ഒരു ഫേസിനെ ബൗണ്ട് ചെയ്യുന്ന എഡ്ജസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായാലും ആ ക്ലോസ്ഡ് സൈക്കിളിൻ്റെ ലെങ്ത്ത് ഓഡ് നമ്പർ വരില്ല, എന്തായാലും ഒരു ഈവൺ നമ്പറേ വരാൻ പറ്റുള്ളൂ. ഇത് ബൈപാർട്ടിറ്റ് ആയതുകൊണ്ട്. സോ അത് കാരണമാണ് നമ്മളിവിടെ എന്തെടുക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എടുക്കുന്നത്. 2 എടുക്കാൻ പറ്റില്ല, കാരണം 2 എടുത്തെങ്കിൽ ആ ഗ്രാഫ് എന്തായി മാറിയാനെ, സിമ്പിൾ അല്ലാതെ ആയി മാറിയാനെ. അതുകൊണ്ട് നമ്മളിവിടെ ഡിഗ്രി ഓഫ് ഫൈ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ ഡിഗ്രി ഓഫ് ഫേസുകളുടെയും സമ്മാണ് വരുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, അറ്റ്ലീസ്റ്റ് 4f ആയിരിക്കും. ഓക്കെ, അതായത് ഓരോ ഫേസിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 4 ആണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് f ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4f ആയിരിക്കും. സിൻസ് ആൻ എഡ്ജ് കോൺട്രിബ്യൂട്ട് മാക്സിമം 2 ഫോർ ദി ഡിഗ്രി ഓഫ് എ ഫേസ്, ദെർഫോർ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ഇ. അത് നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു ഗ്രാഫിൽ ഒരു എഡ്ജ് എങ്ങനെ പോവുകയാണെങ്കിൽ 2 ഫേസുകൾ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു എഡ്ജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ എഡ്ജിന് തൊട്ട് മുകളിലും ഉണ്ടായിരിക്കും ഒരു ഫേസ്, താഴെ ഉണ്ടായിരിക്കും ഒരു ഫേസ്. അങ്ങനെ 2 ഫേസിൽ മാത്രമേ നമ്മൾ ഈ എഡ്ജിനെ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ഈ ഓരോ ഫേസിൻ്റെ ഡിഗ്രിക്ക് നമ്മൾ കൗണ്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ മാക്സിമം ഈ നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് എവിടെ വരെ പോവുള്ളൂ, 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് വരെ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കുകയാണ്, ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e ആയിട്ടാണ് എടുക്കുന്നത്. നമ്മളിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ഫേസസ് ഏതൊക്കെയാണ്, ഇൻറ്റീരിയർ ഫേസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 2 ഇനീക്വാളിറ്റി പ്രകാരം നമുക്ക് എന്ത് കിട്ടും, 4f ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e എന്ന് കിട്ടും. അതായത് 4f ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2e വിച്ച് ഇംപ്ലൈസ് 2f ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ വിച്ച് ഇംപ്ലൈസ് f ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ K33 എന്ന് പറയുന്ന ഗ്രാഫിൽ നമ്പർ ഓഫ് വെർട്ടീസസ് എന്ന് പറയുന്നത് 6 ആണ്, നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/2 വിച്ച് ഈസ് ഈക്വൽ ടു 4.5 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്തെടുത്തിരുന്നത്, K33 എന്ന് പറയുന്നത് ഒരു പ്ലാനാർ ഗ്രാഫായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓയിലേഴ്സ് ഫോർമുല പ്രകാരം n-e+f = 2 ആണ്, വിച്ച് ഇംപ്ലൈസ് f = എന്ത് കിട്ടും, 2 - n+e കിട്ടും. അവിടെ നമ്മൾ n-ൻ്റെയും e-യുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2 - 6 + 9 = 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4.5 ആണെന്നും ഇവിടെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ എന്ത് കിട്ടി, f = 5 ആണെന്നും കിട്ടി. രണ്ടും 2 വാല്യൂ ആണ്. സോ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അത് പ്രകാരം നമുക്ക് എന്ത് പറയാം, K33 എന്ന് പറയുന്നത് ഒരു നോൺ പ്ലാനാർ ഗ്രാഫാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കാം. ഈ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. K33 എന്ന് പറയുന്നതും K5 എന്ന് പറയുന്നത് നോൺ പ്ലാനാർ എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ അത് പ്രൂവ് ചെയ്യേണ്ട ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായി ഒന്ന് വായിച്ചു നോക്കാം. രണ്ടിൻ്റെയും പ്രൂഫ് നന്നായി വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.